കഴിഞ്ഞ കാലങ്ങളിൽ വിടുതൽ നൽകിയ യേശുവിന് ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇന്നും അവൻ സൗഖ്യമാക്കാനും രക്ഷിക്കാനും ശക്തനായ ദൈവം തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 3 വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 3 വിധത്തിലുള്ള ആളുകൾ. ഒരു വിഭാഗം എന്ന് പറയുന്നത് യേശുവിനെ അടുത്തറിയാനായി കഴിയുന്നില്ല, എന്നാൽ വളരെ ദൂരത്ത് നിന്നുകൊണ്ട് യേശുവിനെ അറിഞ്ഞപ്പോൾ യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് യേശുവിനെ ഒട്ടും അറിയില്ല, എന്നാൽ വലിയ സങ്കടത്തിലും വേദനയിലും തകർച്ചയിലും ആരും കയറി ചെല്ലാത്ത സ്ഥലത്തേക്ക് യേശു അങ്ങോട്ട് കയറി ചെന്ന് രക്ഷ നൽകുന്ന ഒരു വ്യക്തി. മൂന്നാമത്തെ വ്യക്തി യേശുവിനെ മാത്രമേ അറിയത്തുള്ളൂ, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തെങ്കിലും ഇന്നത്തെ പ്രശ്നത്തിൽ വിടുതലില്ലാത്തതുകൊണ്ട് കർത്താവിനെ വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്നൊരു വ്യക്തി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂത് നിങ്ങളോട് കൈമാറുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയാം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആ കൈപ്പേറിയ അനുഭവങ്ങളും വേദനപ്പെടുന്ന ഓർമ്മകളോ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത സാഹചര്യം കാണും. പക്ഷേ ഒരിക്കലും അവിശ്വസിക്കരുത്. കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച ദൈവം യേശു ശക്തനായ ദൈവം തന്നെയാണ്. ഞാൻ 3 വാക്യങ്ങൾ അതിനുവേണ്ടി ആദ്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ന്റെ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന്, ഇടറിപ്പോയ മനുഷ്യൻ. രണ്ടാമത് 7-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. കർത്താവ് വേദന മനസ്സിലാക്കി കരയണ്ട എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കുന്നു. 3-ാമത്തെ വാക്യം 7-ാമത്തെ അധ്യായത്തിന്റെ 9-ാം വാക്യം, ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളോട് പറയുന്നു. ഈ 3 വിഷയങ്ങളിലെ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ വ്യക്തി ഒരു ശതാധിപനാണ്. യേശുവിനെ കുറിച്ചുള്ള കേൾവി കേട്ടു. അദ്ദേഹം ഒരു യഹൂദ പശ്ചാത്തലമുള്ളവനോ യേശുവിന്റെ ശിഷ്യനോ ഒന്നുമല്ല, ഒരു റോമാക്കാരനാണ്. യേശുവിനെ കുറിച്ചുള്ള കേൾവി കേട്ടപ്പോൾ തന്റെ ദാസന് ദീനം വന്ന് മരിക്കാറായി കിടക്കുന്ന കാര്യം യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അങ്ങോട്ട് ചെല്ലാനായി ആവശ്യപ്പെടുകയും യേശു അങ്ങോട്ട് ആ ഭവനത്തിലേക്ക് എത്താനായി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ തിരിച്ച് അദ്ദേഹം ആളെ അയച്ചു, ശതാധിപനെ കൊണ്ട് അയച്ചു, എൻ്റെ വീട്ടിലേക്ക് വരേണ്ട, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദീനക്കാരന് സൗഖ്യം വരും. അത് സംഭവിച്ചു കേട്ടോ. അവിടെ വെച്ച് തന്നെ സൗഖ്യമായി. അവന്റെ ആ വിശ്വാസ പ്രകാരം സൗഖ്യമായി. അപ്പോൾ യേശു പറയുന്നത് കണ്ടോ, ഇസ്രായേലിലെ ജനങ്ങളിൽ കൂടി ഇത്രയുള്ള വിശ്വാസം കണ്ടിട്ടല്ലേ യേശുവിന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീട്ടിലിരിക്കുന്ന ദാസന് സൗഖ്യം വരും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും ഈ കർത്താവിന് അധികാരമുണ്ട്. അവൻ അധികാരമുള്ളവനാണ്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ മകന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ പ്രശ്നത്തിന് വിടുതലുണ്ടാകും. നിങ്ങൾ ഇരിക്കുന്നിടത്ത് വിശ്വസിച്ചാൽ കർത്താവ് നിങ്ങളുടെ പ്രശ്നത്തിൽ വിടുതൽ തന്നിരിക്കും. അവിടെ മറ്റൊരു വ്യക്തിയുടെ സഹായം ഇല്ലാതെ തന്നെ കർത്താവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇസ്രായേലിൽ കൂടി ഇങ്ങനൊരു വിശ്വാസമില്ല, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകട്ടെ. രണ്ടാമത്തെ വ്യക്തി നയീനിലെ വിധവയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പ്രശ്നം, ആ വിധവയായ സ്ത്രീക്ക് ഏകജാതനായ ഒരു മകൻ, ആ യൗവനക്കാരൻ യൗവനപ്രായത്തിൽ മരിക്കുകയാണ്. ആരുമില്ലാത്തവളായിട്ട് അവൾ അവശേഷിക്കുന്നു. അവളുടെ മകന്റെ മൃതദേഹം പട്ടണത്തിന് വെളിയിലേക്ക് ചുമന്നുകൊണ്ട് പോകുമ്പോഴാണ് യേശു അവരെ എതിരേറ്റ് ആ പട്ടണത്തിന്റെ വാതിക്കലേക്ക് വരുന്നത്. അവളെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ കരയണ്ട എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുക. നീ കരയണ്ട, മനസ്സലിഞ്ഞു. എന്നിട്ട് ആ മഞ്ചത്തെ തൊട്ടു നിന്നു. മഞ്ചം നിർത്തി ആ ബാല്യക്കാരന്റെ മൃതശരീരത്തിന്റെ അടുക്കലേക്ക് എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ബാല്യക്കാരെ എഴുന്നേൽക്ക. ആ മരിച്ചുപോയ മകൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവിടെ സംഭവിച്ച കാര്യം, ആ ദേശത്ത് വലിയ ഭയമുണ്ടായി. ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്ന ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ് ആ നാട്ടിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ രണ്ടാമത്തെ വിഷയത്തിലെ പ്രധാന വിഷയം, എല്ലാവരാലും കൈവിടപ്പെട്ട ഒരു വ്യക്തി, ഇനി ഒരു പ്രതീക്ഷയുമില്ല, ഇനി ആരും സഹായിക്കാനില്ലാത്ത ഒരു വിധവയെ അവളുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രതീക്ഷകൾക്ക് ചിറക് വെച്ച് ദൈവികമായ മറുപടി, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി അവരുടെ ജീവിതത്തിൽ കൊടുക്കുക. നിങ്ങളുടെ തകർച്ച കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ ഇനി മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അകപ്പെട്ടു പോയത് ദൈവം കാണുന്നുണ്ട്. നിശ്ചയമായും കർത്താവ് നിങ്ങളെ തേടി വരികയാണ്. നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ വിടുവിച്ച്, നിങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. അതെ, ഇന്നത്തെ നിങ്ങളുടെ ഒറ്റപ്പെടലും
നിങ്ങൾ ഇനി മറ്റൊരിടത്ത് പോകാൻ കഴിയാത്ത വിധത്തിൽ ഏതെങ്കിലും വാതിലുകൾ, നൂറുകണക്കിന് വാതിലുകൾ മുട്ടി ഇനി നിങ്ങൾക്ക് എവിടെയും വഴിയില്ലാതിരിക്കുന്ന സ്ഥിതിയിലാണ് നിങ്ങളായിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് നിങ്ങളെ വിടുവിക്കുവാൻ. നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് പരിഹാരം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതെ, അവൻ അത്ഭുതം ചെയ്യുകയാണ്. അത് മരണത്തിന്റെ വിഷയമാണെങ്കിൽ പോലും, ഭീതികളുടെ വിഷയമാണെങ്കിലും, രോഗത്തിന്റെ വിഷയമാണെങ്കിലും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങൾക്ക് രക്ഷ തരും. ഹല്ലേലൂയ. മൂന്നാമത്തെ വ്യക്തി യോഹന്നാൻ സ്നാപകനാണ്. യേശുവിനെ പരിചയപ്പെടുത്തിയത്, ലോകത്തിന് പരിചയപ്പെടുത്തിയത്, യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തിയത്, യേശുവിനെ കുറിച്ച് പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണ്. ഇതാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തിയെങ്കിലും പിൽക്കാലത്ത് യോഹന്നാൻ ഹെരോദാവിനാൽ തടവിലാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയം വരികയാണ്, യേശു എന്താ എന്നെ രക്ഷിക്കാത്തത്? യേശു എന്താ എന്നെ വിടുവിക്കാത്തത്? അതുകൊണ്ട് അവൻ ചെന്ന് ശിഷ്യന്മാരെ കൊണ്ട് അയപ്പിച്ച് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ? ഇവിടെ യേശു അവനോട് പ്രത്യേകം മറുപടി ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലും ചില സംഭവങ്ങൾ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന രോഗികളെ സൗഖ്യമാക്കുന്നു, പ്രശ്നമുള്ളവരെ വിടുവിക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. ഇതെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാരോട് അവർ കണ്ടുകൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നതൊക്കെ ചെന്ന് യോഹന്നാനോട് പോയി പറ, വേറൊന്നും പറയണ്ട. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ യേശു പറയും, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അതേ പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം കണ്ടവരാണ്, യേശുവിനെ അറിയാവുന്നവരാണ്, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇന്നുകളിലെ പ്രശ്നങ്ങളിൽ പതറി നിൽക്കുന്നവരുണ്ട്. കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇടറിപ്പോകരുതേ. ഈ കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യുന്നവനാണ്, ഇന്നും വിടുതൽ നൽകുന്നവനാണ്, ഇന്നും സഹായിക്കുന്നവനാണ്. ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ കർത്താവിനെ ചോദ്യം ചെയ്ത് നിരാശപ്പെട്ട് അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. കർത്താവ് നിങ്ങളെ സഹായിക്കും, കർത്താവ് നിങ്ങളെ രക്ഷിക്കും. കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി അടുത്തുണ്ട്. നിങ്ങളെ അവൻ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എല്ലാ സംശയങ്ങളും മാറട്ടെ, എല്ലാ അവിശ്വാസങ്ങളും മാറട്ടെ. കർത്താവിന്റെ കരം നിങ്ങളെ തേടി വരികയാണ്. നിങ്ങളെന്നായിരിക്കുന്ന തടവറയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചവനെ പുറത്തു കൊണ്ടുവന്ന കർത്താവാണ്. കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. പൗലോസ് ജയിൽ തടുപുള്ളിയായി എത്രയോ വർഷങ്ങൾ കിടക്കേണ്ടി വന്നു, പക്ഷേ അവിടെ നിന്നെല്ലാം കർത്താവ് പുറത്തു കൊണ്ടുവന്നില്ലേ? ഈ കർത്താവിന് കാരാഗൃഹത്തിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയും. അതെ പ്രിയമുള്ളവരെ, സംശയിക്കേണ്ട. ഒരു വലിയ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ വിടുവിക്കും. ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാം. അതെ, കർത്താവ് നിങ്ങളെ തേടി വരികയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കർത്താവ് അടുത്തുണ്ട്. ഹല്ലേലൂയ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വാക്കിനാൽ സകലത്തെ ഉളവാക്കിയ ദൈവം നിങ്ങളുടെ പ്രശ്നത്തിലും നിങ്ങളുടെ വിഷയത്തിലും പരിഹാരം തരുവാൻ അവന്റെ വാക്ക് കൽപ്പിക്കും. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഏത് നിലവാരത്തിലാണ് കഷ്ടതയിലും വേദനയോടും ത്യാഗത്തിലൂടെയും കടന്നു പോകുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകണമേ. എല്ലാ അടിമത്തങ്ങളും മാറിപ്പോകട്ടെ, രോഗശക്തികൾ മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യാൻ ശക്തനാണല്ലോ, അത് അനുഭവിക്കാൻ ഇടയാകട്ടെ. എല്ലാ അവിശ്വാസങ്ങളും മാറി ദൈവപ്രവൃത്തികളിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ കർത്താവെ നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ ഒരു വിധവയുടെ മകനെ കർത്താവ് അങ്ങോട്ട് ചെന്ന് എഴുന്നേൽപ്പിച്ച് കർത്താവെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്തെങ്കിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ, നഷ്ടപ്പെട്ട നന്മകൾ, നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ മടക്കി കൊടുക്കുവാനായി അവിടെ നിന്നും എതിരേൽക്കുന്നതിനായി നന്ദി. ഈ മക്കളുടെ ഭവനത്തിൽ അവരുടെ സാഹചര്യത്തിൽ കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാൻ നീ കൈനീട്ടുന്നതിനായി നന്ദി. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് ഇൻഡിപെൻഡൻസ് ഡേ.